ഞാനിന്ന് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്കിനി ജിയോമെട്രിക് പ്രോഗ്രഷൻ പഠിക്കാനുണ്ട്, ട്രിഗണോമെട്രി ഉണ്ട്, ബൈനോമിയൽ തിയറം, സർഫസ് ഏരിയ ആൻഡ് വോളിയം ഓഫ് സോളിഡ്സ്, പ്രോബബിലിറ്റീസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കോണിക് സെക്ഷൻ, അങ്ങനെ കുറേ ഭാഗങ്ങൾ നമുക്ക് പഠിച്ചു തീർക്കുവാനായിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. നമുക്കിന്ന് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ കുറേ പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദി സം ഓഫ് എ സർട്ടൻ നമ്പർ ഓഫ് ടേംസ് ഓഫ് ദി AP 25, 22, 19 എക്സെട്ര ഈസ് 116, ഫൈൻഡ് ദി ലാസ്റ്റ് ടേം. നമുക്ക് സീക്വൻസും തന്നിട്ടുണ്ട്, സമ്മും തന്നിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ടേം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ സീക്വൻസ് ഏതാണ്? 25, 22, 19 എക്സെട്ര. ഇതിൻ്റെ സം തന്നിട്ടുണ്ട്. സം എന്ന് പറയുന്നത് 116. നമുക്ക് TN കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 25. കോമൺ ഡിഫറൻസ് D ഈക്വൽ ടു 22 മൈനസ് 25 ഈക്വൽ ടു -3. നമുക്ക് N അറിയില്ല. നമുക്ക് SN തന്നിട്ടുണ്ട്. ആ SNൽ നിന്ന് നമുക്ക് N കണ്ടുപിടിക്കാം. SN കാണാനുള്ള ഫോർമുല ഏതാണ്? n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു D ഈക്വൽ ടു SN. ഇനി n/2 ഇൻറ്റു a എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 50 പ്ലസ് n-1 ഇൻറ്റു -3 ഈക്വൽ ടു 116 എന്ന് കിട്ടും. പിന്നെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പം -3n² പ്ലസ് 53n മൈനസ് 232 ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമുക്കിവിടുത്തെ മൈനസ് അങ്ങ് മാറ്റാൻ വേണ്ടി മൊത്തത്തെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3n² മൈനസ് 53n പ്ലസ് 232 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ രൂപത്തിലായി. നമുക്കിതിനകത്തുനിന്ന് n കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്നുള്ള ഫോമുല വെച്ചിട്ട് നമുക്ക് n കണ്ടുപിടിക്കാം. ഇവിടെ a ഈക്വൽ ടു 3, b ഈക്വൽ ടു -53, c ഈക്വൽ ടു 232, n ഈക്വൽ ടു -b 53 പ്ലസ് ഓർ മൈനസ് √b². 53യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 2809 കിട്ടും. മൈനസ് 4ac, 4 ഇൻറ്റു 3 ഇൻറ്റു 232 എന്ന് പറയുന്നത് 2784 ഡിവൈഡഡ് ബൈ 2a 6. 2 ഇൻറ്റു 3 6 എന്ന് കിട്ടും. ഈക്വൽ ടു 53 പ്ലസ് ഓർ മൈനസ്, ഇതിനെ മൈനസ് ചെയ്യുമ്പോൾ √25 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 53 പ്ലസ് ഓർ മൈനസ് 5 ഡിവൈഡഡ് ബൈ 6. ദെൻ n ഈക്വൽ ടു 53 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 6 ഓർ 53 മൈനസ് 5 ഡിവൈഡഡ് ബൈ 6. ഇവിടെ എന്താ കിട്ടും? 58 ഡിവൈഡഡ് ബൈ 6 ഓർ 48 ഡിവൈഡഡ് ബൈ 6. ഇവിടെ നമുക്ക് 58 ഡിവൈഡ് ബൈ 6 എന്ന് പറയുന്ന ഒരു പോയിൻ്റുള്ള സംഖ്യയാണ് കിട്ടുന്നത്. നമുക്ക് 48 ഡിവൈഡ് ബൈ 6 എത്ര കിട്ടും? 6 ഇൻറ്റു 8. ദെൻ n ഈക്വൽ ടു 8 എന്ന് നമുക്ക് എടുക്കാം. n ഈക്വൽ ടു 8 എന്ന് കിട്ടും. അപ്പം നമുക്ക് TN കാണാൻ എന്ത് ചെയ്യണം? n ഈക്വൽ ടു 8. ദെൻ TN കാണുന്നതിന് പകരം T8 കാണും. T8 എന്ന് പറയുന്നത് എന്താണ്? a പ്ലസ് n-1 ഇൻറ്റു d. അപ്പം a പ്ലസ് 7d ആണ് T8 എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a എന്ന് പറയുന്നത് 25 പ്ലസ് 7 ഇൻറ്റു -3 ഈക്വൽ ടു 25 minus 21 equal to 4.
നമുക്ക് ലാസ്റ്റ് ടേം T8 = 4 എന്ന് കിട്ടും. അടുത്തൊരു പ്രോബ്ലം. ഇഫ് ദി സം ഓഫ് n ടേംസ് ഓഫ് ആൻ AP ഈസ് Pn + Qn² വേർ P ആൻഡ് Q ആർ കോൺസ്റ്റൻറ്റ് ഫൈൻഡ് ദി കോമൺ ഡിഫറൻസ്. നമുക്ക് സം ഓഫ് n ടേംസ് തന്നിട്ടുണ്ട് Pn + Qn² എന്ന്. Pയും Qയും കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് കോമൺ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം Sn = Pn + Qn² എന്ന് തന്നിട്ടുണ്ട്. Sn = Pn + Qn². നമുക്ക് കോമൺ ഡിഫറൻസ് ആണ് കാണേണ്ടത്. നമുക്ക് ഈ Sn = Pn + Qn² ആണെങ്കിൽ നമുക്ക് S1 = എങ്ങനെ എഴുതാം? P × 1 + Q × 1². അപ്പം + Q എന്ന് കിട്ടും. ഈ S1 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം ആണ്, T1. ദെൻ നെക്സ്റ്റ് S2 = 2P. n-ന് 2 ഇട്ട് കൊടുക്കുമ്പോൾ 2P + 4Q എന്ന് കിട്ടും അല്ലേ? അതെന്ന് പറയുന്നത് എന്താണ്? T1 + S2 എന്ന് പറയുന്നത് T1 ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കൂടെ ആഡ് ചെയ്യുന്നതാണല്ലോ S2 എന്ന് പറയുന്നത്. അപ്പോൾ S2 = 2P + 4Q എന്ന് വെച്ചാൽ എന്താണ്? T1 + T2 ആണ്. നമുക്ക് ഈ S2 - S1 ഒന്ന് കണ്ടു നോക്കാം. S2 - S1 കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? T1 + T2. S2 എന്ന് പറയുന്നത് T1 + T2 - S1. നമ്മൾ ഈ ഭാഗം എടുത്ത് നോക്കിയാൽ S2 എന്ന് പറയുന്നത് എന്താണ്? = 2P + 4Q - -P + Q = 2P + 4Q - P - Q = എന്തെന്ന് കിട്ടും? = 2P - P എന്ന് പറയുന്നത് P + 3Q. ഇത് T1ഉം ഈ -T1ഉം + T1ഉം ക്യാൻസൽ ആയി പോലെ. അപ്പോൾ T2 = P + 3Q എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് T1 = P + Q എന്നും കിട്ടും, T2 = P + 3Q എന്നും കിട്ടും. അപ്പം നമുക്കറിയാം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് D = T2 - T1 അല്ലേ? T2 - T1 = T2 എന്ന് പറയുന്നത് P + 3Q മൈനസ് T1 എന്ന് പറയുന്നത് P + Q = P + 3Q - P - Q. Pയും Pയും ക്യാൻസൽ ആയി പോവും. 3Q - Q എന്ന് പറയുന്നത് എത്രയാണ്? 2Q ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് എന്തെന്ന് കിട്ടും? കോമൺ ഡിഫറൻസ് = 2Q. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ദി സം ഓഫ് n ടേംസ് ഓഫ് 2 അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആർ ഇൻ ദി റേഷ്യോ 5n + 4 = 9n + 6. ഫൈൻഡ് ദി റേഷ്യോ ഓഫ് ദെയർ 18th ടേം. നമുക്ക് സം ഓഫ് n ടേംസിൻ്റെ രണ്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സം ഓഫ് n ടേംസിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. നമുക്ക് 18th ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ സമ്മിൻ്റെ ഫോമുല എന്താണ്? n/2 × 2a + n - 1 × t. ഇവിടെ രണ്ട് റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. നമ്മുടെ 2a1ഉം n - 1 × d1ഉം കൊടുക്കുന്നു, ഡിവൈഡഡ് ബൈ n/2 × 2a2 + n - 1 × d2 = എന്താണ്? 5n + 4 ഡിവൈഡഡ് ബൈ 9n + 6. ഇവിടെ n/2ഉം n/2ഉം ക്യാൻസൽ ആയി പോവും. പിന്നെ 2a1 + n - 1 × d1 ഡിവൈഡഡ് ബൈ 2a2 + n - 1 × d2 = 5n + 4 9n + 6. നമുക്ക് 18th ടേമിൻ്റെ റേഷ്യോ ആണ് കാണേണ്ടത്. അപ്പോൾ 18th ടേമിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ 18th ടേം എന്ന് പറയുമ്പോൾ എന്തൊരു? a + 17d ആണല്ലേ? എൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ a 17d1 ഡിവൈഡഡ് ബൈ a2 + 17d2 17d2 എന്നെടുത്താൽ നമുക്ക് ഈ a1ൻ്റെ സ്ഥാനത്ത് ഈ ഒരു രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് a1ൻ്റെ സ്ഥാനത്ത് 2 കൊണ്ടുവരുന്നതിന് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2a1 + അപ്പോൾ 17d1 എന്നുള്ള ഡിവൈഡഡ് 34d1
ഇവിടെ 2a2 പ്ലസ് 34d2. നമുക്കിതെന്ന് പറയുന്നൊരു ഫസ്റ്റ് ഇക്വേഷന്, ഇത് സെക്കൻഡ് ഇക്വേഷൻ എന്ന് എടുത്താൽ ഇത് 1ഉം 2ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ 2a1 പ്ലസ് n-1 ഇൻറ്റു d1 ആണ്. ഇവിടെ 2a1 പ്ലസ് 34d1ഉം 34d2 ആണ് അല്ലേ. അപ്പോൾ n-1 ഈക്വൽ ടു നമുക്ക് 34 എന്ന് കിട്ടും. n-1 ഇൻറ്റു കമ്പയറിങ് 1 ആൻഡ് 2 വി ഗെറ്റ് n-1 ഈക്വൽ ടു 34. ദെൻ n ഈക്വൽ ടു 35. അപ്പം 18th ടേമിൻ്റെ റേഷ്യോ ആണ് നമുക്ക് കാണേണ്ടത്. 18th ടേമിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ ഈ 5n പ്ലസ് 4 അംശബന്ധം 9n പ്ലസ് 6 എന്നുള്ളിടത്ത് എന്നിന് പകരം എന്ത് കൊടുക്കണം? 35 കൊടുക്കണം. 5 ഇൻറ്റു 35 പ്ലസ് 4 ഈസ് ടു 9 ഇൻറ്റു 35 പ്ലസ് 6. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 175 പ്ലസ് 4 ഈസ് ടു 315 പ്ലസ് 6. അപ്പോൾ എത്ര കിട്ടും? 179 ഈസ് ടു 32. ഇതാണ് നമുക്ക് 18th ടേമിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. The next question, if the sum of n terms of an AP is 3n square plus 5n and its mth term is 164, find the value of m. നമുക്ക് സം ഓഫ് m ടേംസ് 3n സ്ക്വയർ പ്ലസ് 5n ആണെന്ന് തന്നിട്ടുണ്ട്. mth ടേം എന്ന് പറയുന്നത് 164 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് വാല്യൂ ഓഫ് m കണ്ടുപിടിക്കണം. അപ്പം Sn ഈക്വൽ ടു 3n സ്ക്വയർ പ്ലസ് 5n. Sn ഈക്വൽ ടു 3n സ്ക്വയർ പ്ലസ് 5n. ഇതിനകത്ത് S1 എഴുതാമല്ലോ. S1 ഈക്വൽ ടു 3 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു 1, 3 പ്ലസ് 5 ഈക്വൽ ടു 8 എന്ന് പറയുന്നത് എന്താണ്? T1 ആണ്, ഫസ്റ്റ് ടേം ആണ്. ദെൻ S2 ഈക്വൽ ടു 3 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു 2 എന്ന് പറയുന്നത് 12 പ്ലസ് 10 ഈക്വൽ ടു 22. S2 എന്ന് പറയുന്നത് എന്താണ്? T1 പ്ലസ് T2 ആണ്, ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് S2 കിട്ടുന്നത് അല്ലേ. അങ്ങനെയെങ്കിൽ നമുക്ക് S2 മൈനസ് S1 ഈക്വൽ ടു T1 പ്ലസ് T2 മൈനസ് T1 ഈക്വൽ ടു T1 പ്ലസ് T2 എന്നാൽ 22 മൈനസ് T1 എന്ന് പറയുന്നത് 8. T1 മൈനസ് T1 ക്യാൻസലായി പോകും. T2 ഈക്വൽ ടു 14. അപ്പോൾ ഫസ്റ്റ് ടേമും കിട്ടി, സെക്കൻഡ് ടേമും കിട്ടി. നമുക്ക് കോമൺ ഡിഫറൻസ് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാമല്ലോ. കോമൺ ഡിഫറൻസ് D ഈക്വൽ ടു T2 മൈനസ് T1 ഈക്വൽ ടു 14 മൈനസ് 8 ഈക്വൽ ടു 6 എന്ന് കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 6 കിട്ടും അല്ലേ. ഇനി നമുക്ക് തന്നിട്ടുണ്ട് TM എന്ന് പറയുന്ന mth ടേം എന്ന് പറയുന്നത് 164 ആണ്. വെച്ചാൽ A പ്ലസ് M മൈനസ് 1 ഇൻറ്റു D ഈക്വൽ ടു 164. നമുക്ക് ഫസ്റ്റ് ടേം T1 എന്ന് പറയുന്നത് 8 ആണ്. T1 അല്ലെങ്കിൽ A എന്ന് പറയുന്നത് 8, കോമൺ ഡിഫറൻസ് D എന്ന് പറയുന്നത് 6 എന്നും കിട്ടി. A എന്ന് പറയുന്നത് 8 പ്ലസ് M മൈനസ് 1 ഇൻറ്റു D എന്ന് പറയുന്നത് 6 ഈക്വൽ ടു 164. ഇതിനകത്തുനിന്ന് M മൈനസ് 1 ഇൻറ്റു 6 ഈക്വൽ ടു 156 എന്ന് കിട്ടും. M minus 1 equal to 156 divided by 6 equal to 156 divided by 6 എത്രയാ? 26. M equal to M minus 1 equal to 26, then M equal to 27. The next question, insert 5 numbers between 8 and 26 such that the resulting sequence is an AP.
ഇൻസേർട്ട് 5 നമ്പേഴ്സ് ബിറ്റ്വീൻ 8 ആൻഡ് 26. 8നും 26നും ഇടയ്ക്ക് നമ്മൾ എത്ര 5 നമ്പേഴ്സ് 1 2 3 4 5 ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 26. സച്ച് ദാറ്റ് റിസൾട്ടിങ് സീക്വൻസ് ഈസ് ആൻ AP. നമ്മൾ ഈ നടുക്കിടക്കുന്ന നമ്പേഴ്സ് എല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 8 ആണ്, ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 26 ആണ്. ദെൻ ലാസ്റ്റ് ടേം Tn ഈക്വൽ ടു A പ്ലസ് n മൈനസ് 1 ഇൻറ്റു D. ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 8. ദെൻ ലാസ്റ്റ് ടേം Tn ഈക്വൽ ടു 26. എത്ര ടേം ഉണ്ട് ഇവിടെ നേരം? ഇവിടെ നടുക്ക് 5 ടേംസ് ഉണ്ട്, അപ്പുറം ഇപ്പുറം 2 നമ്പേഴ്സ്. അപ്പം 1 2 3 4 5 6 7 n ഈക്വൽ ടു 7. നമുക്ക് ഇതിനകത്ത് നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ. Tn എന്ന് പറയുന്നത് 26 ആണ്. 26 ഈക്വൽ ടു A പ്ലസ് 8 പ്ലസ് n മൈനസ് 1. n മൈനസ് 1 7 മൈനസ് 1 ഇൻറ്റു D. D നമുക്ക് അറിയില്ല. 26 ഈക്വൽ ടു 8 പ്ലസ് 6D. നമുക്കിവിടെ കോമൺ ഡിഫറൻസ് എത്തുന്ന കിട്ടും. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് 3 എന്ന് കിട്ടും. നമുക്ക് അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാമല്ലോ. സെക്കൻഡ് ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സെക്കൻഡ് ടേം എന്ന് പറയുന്നത് T2 എന്ന് പറയുന്നത് T2 ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ് D 8 പ്ലസ് 3 ഈക്വൽ ടു 11. നമുക്ക് സെക്കൻഡ് ടേം 11 എന്ന് കിട്ടും. ദെൻ T3 കണ്ടുപിടിക്കുന്നത് 11 പ്ലസ് കോമൺ ഡിഫറൻസ് 3 ആണ്. അപ്പം 14 എന്ന് കിട്ടും. അപ്പോൾ T3 എന്ന് പറയുന്നത് 14. T4 ഈക്വൽ ടു 14 പ്ലസ് 3. 14 പ്ലസ് 3 എന്ന് പറയുന്നത് 17. ദെൻ നെക്സ്റ്റ് 17 പ്ലസ് 3 എന്ന് പറയുന്നത് 20. 20 പ്ലസ് 3 എന്ന് പറയുന്നത് 23. അപ്പോൾ നമുക്ക് ആ റിസൾട്ടിങ് സീക്വൻസ് എന്ന് പറയുന്നത് 11 14 17 20 23 എക്സെട്ര ഇങ്ങനെ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് a raised to n plus b raised to n divided by a raised to n minus 1 plus b raised to n minus 1 is the arithmetic mean between a and b, then find the value of n. അപ്പം ഒരു എയുടെയും ബിയുടെയും അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് a raised to n plus b raised to n divided by a raised to n minus 1 plus b raised to n minus 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കറിയാം എയുടെയും ബിയുടെയും അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് എന്താണ്? അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് a പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ആണ്. അരിത്തമെറ്റിക് മീൻ ഈക്വൽ ടു a പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2. നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്കിത് ഓപ്ഷൻ വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറയുന്നത് a raised to n plus a raised to n plus b raised to n divided by a raised to n minus 1 plus b raised to n minus 1 എന്നുള്ളതിനകത്ത് എന്നിനകത്ത് നമുക്ക് ഈ ഓപ്ഷനകത്തുള്ള നമ്പേഴ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ n ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ a പ്ലസ് ബി ബൈ 2 എന്നതിന് ഇത് വരുമോ എന്ന് നോക്കണം. എൻ്റെ എന്നുള്ളത് 0 ഇട്ട് കൊടുക്കുമ്പോൾ a raised to 0 പ്ലസ് b raised to 0, അവിടെ തന്നെ a raised to 0 എന്ന് 1 ആണ്. നമുക്ക് മുകളിൽ 2 എന്ന് വരും, പറ്റത്തില്ല. n ഈക്വൽ ടു 1 എന്നിട്ട് കൊടുത്താൽ n ഈക്വൽ ടു 1 ഇംപ്ലൈസ് a raised to n പ്ലസ് b raised to n ഡിവൈഡഡ് ബൈ a raised to n minus 1 plus b raised to n minus 1 n ഈക്വൽ ടു 1 ഇട്ട് കൊടുത്താൽ a raised to 1 plus b raised to 1 divided by a raised to 1 minus 1 plus b raised to 1 minus 1 equal to a plus b divided by a raised to 0 plus b raised to 0. a raised to 0 എന്താണ് 1, b raised to 0 1. 1 plus 1 equal to 2. അപ്പോൾ a plus b divided by 2 എന്ന് കിട്ടും. അപ്പോൾ എന്നിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്തപ്പോഴാണ് നമുക്ക് a plus b by 2 എന്ന് കിട്ടുന്നത്? n equal to 1 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ n equal to ആൻസർ n equal to 1. The next question, a man starts repaying a loan as first installment of Rs 100. If he increases the installment by Rs 5 every month, what amount he will pay in the 13th installment? അപ്പം
ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്നത് 100 ആണ്. പിന്നെന്താ, ഓരോ മന്തിലും 5 വീതം ഇരട്ടിക്കും, 5 വീതം കൂടും. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 5 ആണ്. അപ്പം 105, 110 എക്സെട്ര ഇങ്ങനെ വരും. അങ്ങനെയാണെങ്കിൽ 13th ഇൻസ്റ്റാൾമെൻറ്റിൽ എമൗണ്ടാണ് നമുക്ക് കാണുന്നത്, എന്ന് വെച്ചാൽ T30 കാണണം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എ എന്ന് പറയുന്നത് 100 ആണ്. ഇവിടെ വെച്ചാൽ എവരി മന്തിൽ റീസ് 5 ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പം കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് 5. പിന്നെ എത്രയാണ് എന്ത് ടേം എന്ന് പറയുന്നത് 13th ആണ്. അപ്പം n = 30. നമുക്ക് T30 കാണും. T30 എങ്ങനെ കാണുന്നത്, T30 = A + 29D, A + 29D = A എന്ന് പറയുന്നത് 100 + 29 × 5 = 100 + 29 × 5 എന്ന് പറയുന്നത് 145 = 245. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ജിയോമെട്രിക് പ്രോഗ്രഷനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു.